ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ യാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും കർത്താവ് സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നാം ഓർക്കാറില്ല. നാം ചെയ്യുന്നതൊക്കെയും ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ള ധാരണയിലാണ് നാം പലതും ചെയ്തു കൂട്ടുന്നത്. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് എത്രമാത്രം പ്രസാദമുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് നാം സമർപ്പിക്കുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുഷ്ടി പ്രാപിക്കുന്നുണ്ടോ എന്നൊക്കെയും പരിശോധിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് കഴിയണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏഷ്യ മൈനറിലുള്ള 7 സഭകളെക്കുറിച്ച് അവലോകനം ചെയ്യുന്നതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നത്. തൻ്റെ ശിഷ്യനായ യോഹന്നാന് നൽകിയ വെളിപ്പാടിലാണ് ഓരോ സഭകളെക്കുറിച്ചും കർത്താവ് വിലയിരുത്തുന്നത്. അവരുടെ പ്രയത്നങ്ങൾ, പ്രവർത്തനങ്ങൾ, അവരുടെ പരാജയങ്ങൾ, പോരായ്മകൾ എല്ലാം കർത്താവ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് ആധുനിക സഭകൾക്ക് ഒരു മാതൃകയാണ്. എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് 7 സഭകളെ മാത്രം അധികാരപ്പെടുത്തിക്കൊണ്ട് 7 സഭകളെക്കുറിച്ച് മാത്രം കർത്താവ് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, അന്ന് ലോകത്തിൽ ശിഷ്യന്മാർ പോയി പല സഭകളും സ്ഥാപിച്ചിട്ടുണ്ടാവും. എന്നാൽ മറ്റുള്ള സഭകൾക്ക് മാതൃകയായി തീരുവാൻ താൻ സഭകളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാനാണ് കർത്താവ് ഏഷ്യ മൈനറിലുള്ള 7 സഭകളെക്കുറിച്ചുള്ള അവലോകനം നടത്തുന്നത്. അവരുടെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അവർ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അപ്രകാരമുള്ള സഭകളിൽ എഫേസ്യ സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അനേക നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എഫേസ്യ സഭയിൽ ഉള്ള പ്രവർത്തനങ്ങളെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ആ സഭയെക്കുറിച്ചുള്ള അവലോകനത്തിൻ്റെ അവസാന വാക്യമായിട്ട് പറയുന്നത്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു കുറ്റം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ, ആ ആദ്യ സ്നേഹം ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം, മനുഷ്യരോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം, ദൈവത്തിൻ്റെ കൃപയിലേക്ക് വന്നതിന് ശേഷം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം യേശുവിനോടുള്ള സ്നേഹത്തിൽ അവർ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മന്ദത സംഭവിച്ചു. അപ്പോൾ അത് ആദ്യമായിട്ട് കർത്താവിനോടുണ്ടായിരുന്ന സ്നേഹമല്ല, ആ സ്നേഹം കുറഞ്ഞു പോയതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആദ്യമ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം എന്ന് പറയുമ്പോൾ, ആദ്യ സ്നേഹം എന്ന് പറയുന്നത് തീഷ്ണമായി തീവ്രമായി പ്രവർത്തിച്ച സ്നേഹമാണ് ആദ്യ സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മനുഷ്യരോടും ആ രീതിയിലുള്ള സ്നേഹമാണ് എഫേസ്യ സഭ പ്രകടമാക്കിയിരുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് വരുമ്പോൾ കൂട്ടുവിശ്വാസികളോടുള്ള സ്നേഹത്തിന് കുറവ് വരും, സമൂഹത്തോടുള്ള സ്നേഹത്തിന് കുറവ് വരും. എഫേസ്യ സഭയുടെ അനേകമായ നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കർത്താവ് അവരിൽ കണ്ട ഒരു കുറ്റം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ കുറ്റം? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഈ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് മാനങ്ങളുണ്ട്. ആദ്യമായി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തീഷ്ണത, തീവ്രത, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശ്വസ്തത, ഇവയൊക്കെ എൻ്റെ പരമകോടിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും അപ്രകാരമുള്ള ഒരു സമീപനമാണ് ആദ്യ സ്നേഹത്തിലുളവാകുന്നത്. എന്നാൽ കാലം മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൽ അവർ വളരുകയും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടി അനുദിനം
മുൻപോട്ട് പോയി കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സമീപനങ്ങൾക്കും മങ്ങലേൽക്കുന്നു. അങ്ങനെ മങ്ങലേൽക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അതിനെയൊക്കെയും അംഗീകരിക്കുന്നു. എന്നാൽ ആ ആദ്യ സ്നേഹം, അതായത് ആദ്യമായി നിങ്ങൾ പ്രവർത്തിച്ച വിധങ്ങൾ, അത് കുറഞ്ഞു പോയിരിക്കുന്നു. ആ തീക്ഷ്ണത കുറഞ്ഞു പോയിരിക്കുന്നു. എഫേസസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രാചീന ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായ ആർട്ടെമിസ് ദേവിയുടേതായിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് എഫേസസിലാണ്. ആർട്ടെമിസ് ദേവി അല്ലെങ്കിൽ ഡയനായുടേതായിട്ടുള്ള ആ വലിയ പ്രതിമയും അവളുടെ ക്ഷേത്രവും നിലനിന്നിരുന്നത് എഫേസസിലാണ്. ഒരുപാട് പ്രാകൃതമായ ആചാരങ്ങളും ഒരുപാട് അന്ധമായ വിശ്വാസങ്ങളും ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഒരു സ്ഥലമാണ് എഫെസസ്. ഈ ആർട്ടെമിസ് ദേവിയുടെ ക്ഷേത്രമെന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. കാരണം പ്രാചീന കാലത്ത് തന്നെ നാം നോക്കുമ്പോൾ 425 അടി നീളവും 220 അടി വീതിയും ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് പലപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള വലിയ വലിയ ഒരു ആകർഷണ സൗന്ദര്യമുണ്ടായിരുന്നു. 120 തൂണുകളാണ് അതിനുണ്ടായിരുന്നത്. അതിൽ 26 എണ്ണം വളരെ മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ 120 തൂണുകളിൽ നിലനിന്നിരുന്ന ഈ ക്ഷേത്രം, ഡയനായുടെ പ്രതിമ അതിലുണ്ടായിരുന്നു. അനേകർക്ക് ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ, പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങളിൽ നിന്നാണ് ഈ എഫേസ്യ സഭ ഉടലെടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള ആചാരങ്ങളെ ഉപേക്ഷിച്ച് അവയെല്ലാം വിട്ടുകളഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട സഭയാണ് എഫെസസ് സഭ. അപ്പോൾ എഫെസസ് സഭ ഉണ്ടായതിനു ശേഷവും അവിടെ പ്രവർത്തനങ്ങൾ വിപുലമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഡയനായുടെ ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആചാരങ്ങളും ഒക്കെയും അനേകരെ വീണ്ടും വീണ്ടും സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. തീക്ഷ്ണതയോടെ എഫെസസ് സഭ പ്രവർത്തിച്ചു. ആ സഭ ശക്തമായി വളരുകയാണ്. വളർന്നു കഴിയുമ്പോഴാണ് കർത്താവരെ അവലോകനം ചെയ്യുന്നത്. ആ അവലോകനത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്ക് ആദ്യമായി യേശുവിനോടുണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞുപോയി. ആദിമ സ്നേഹം വിട്ടുകളഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടത് വിട്ടുകളഞ്ഞു. കുറഞ്ഞുപോയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് വിട്ടുകളഞ്ഞു. ആ വിട്ടുകളഞ്ഞു പറയുമ്പോൾ ആദ്യമ സ്നേഹത്തിൽ അവരെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം സ്നേഹത്തെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ആദ്യ സ്നേഹം ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴില്ലാത്തത് എന്താണ് ആദ്യമായിട്ടുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് വഹിക്കാൻ കഴിയാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. എപ്പോഴും നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആക്കവും തൂക്കവും അറിയുന്ന ഒരു ദൈവത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. ബാഹ്യമായിട്ട് മനുഷ്യരെ ബോധ്യമാക്കുവാൻ വേണ്ടി പല രീതികളിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും നാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമെങ്കിലും നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തികൾ സത്യമായും വ്യക്തമായും കൃത്യമായും അറിയുന്നത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എഫേസ്യ സഭയോട് പറയുകയാണ്, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. എങ്ങനെയാണ് നീ പ്രവർത്തിക്കുന്നത്? നിൻ്റെ പ്രയത്നങ്ങൾ, നീ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നു. യു സീ, വി ഫൈൻഡ് that many of us go forward in our daily lives working for the Lord without much thought that we are being constantly watched and evaluated by Jesus Christ. You see, our works are definitely watched by God and He evaluates our works, but many of us are not conscious that God is watching us.
we feel that all our works for God are accepted by Him and everything is pleasing to Him. We rarely stop to think or stop to examine whether our works are pleasing to God. In that evaluation before God, whether we stand successful before God, well, all these things we don't bother because we go forward in a set pattern. But Jesus very clearly shows us by His evaluation of the 7 churches that He definitely knows the work of each and every church. There were many churches founded by the apostles, but He speaks of the 7 churches in Asia Minor so that evaluation will be a role model for all the other churches which are existing and which are to come. And that's why He picks out those 7 churches and speaks about them. And here we find Jesus speaking about the church at Ephesus. And He tells them that their first love has gone. They have lost their first love. There are so many great qualities which Jesus talks about them. He has recognized their great qualities of work, hard work, how they were patient, and all those things He appreciates. But at the same time, and He tells them, in spite of all the good works what they had, He tells them that they have lost their first love, the initial love. What does that mean? See, all their works and all their toil and all the good things were something of the past. And when Jesus evaluates, at that moment, their works have come to a standstill. And Jesus analyzes the reason for that. He says, it is because they have lost their first love. Ephesus was a great city. It had a temple of Diana, which was one of the 7 wonders of the ancient world. And it had all pagan beliefs. There were pagan customs there. So amidst all that, so many people left them and came to embrace Jesus, embrace Christianity. And they were very zealous in the beginning. There was a lot of love for Jesus in the beginning. They worked so hard for Jesus. But as time passed by, their toil reduced, their activities reduced, and Jesus sees that and tells it is because they lost their first love. When love is lost, you see, works are also lost. അങ്ങനെ ഈ എഫേസ്യ സഭയ്ക്ക് അവരുടെ തീഷ്ണത നഷ്ടപ്പെടുകയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുകയാണ്. കാരണം നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ആ പ്രവർത്തികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. പ്രയത്നം, കർത്താവിന് വേണ്ടി എന്തും ഏതും ആകുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അതെ, ആ പ്രവർത്തനങ്ങൾ, നിൻ്റെ അധ്വാനങ്ങളൊക്കെയും കുറഞ്ഞുപോയി. കാരണം നിൻ്റെ സ്നേഹം കുറഞ്ഞുപോയി. സ്നേഹത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാനും കൂടുതലായി പ്രവർത്തിക്കുവാനും തീഷ്ണതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒരുവന് ദൈവം മുഖാന്തരം ഒരുക്കുന്നത്. പക്ഷേ എപ്പോഴൊക്കെ സ്നേഹം കുറഞ്ഞു പോകുന്നു, അപ്പോഴൊക്കെയും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തികൾക്കും മന്ദത സംഭവിക്കുന്നു. അവർ ഒരുപാട് പ്രവർത്തിച്ചു, ദൈവകൃപയിൽ അവർ പ്രവർത്തിച്ചു. അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 15:10 പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായിട്ടില്ല. എങ്കിലും അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപയാത്രേ. അത്യധികം അധ്വാനിച്ചിരിക്കുന്നത് പൗലോസല്ല, പൗലോസിൽ കുടികൊള്ളുന്ന ദൈവകൃപയാണ്. അപ്പോൾ ഇവിടെ ആദിമസ്നേഹം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ദൈവകൃപ കുറഞ്ഞുപോയി എന്നാണ്.
ആത്മീയ യാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അനുദിനം നാം നേരിടുന്ന വെല്ലുവിളികളെ കീഴടക്കിക്കൊണ്ട് ഇന്നലത്തേതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ദൈവകൃപ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവകൃപയ്ക്ക് വർധനവില്ലാതെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുവാൻ കഴിയുകയില്ല. വളരെയധികം അധ്വാനിച്ച പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പ്രവർത്തിച്ചു, മറ്റുള്ളവരെക്കാൾ അധികമായി അധ്വാനിച്ചു, പക്ഷേ അത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ. മാത്രമല്ല, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ തീഷ്ണതയോടെ പ്രവർത്തിക്കണം. ഇവിടെ എഫേസ്യ സഭ തീഷ്ണതയോടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നിട്ട് ആ പ്രവർത്തനങ്ങളുടെ മന്ദീഭാവമാണ് കർത്താവ് അവരെ കുറ്റപ്പെടുത്തുവാൻ കാരണമാകുന്നത്. തന്നോടുള്ള അവരുടെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള അളവ് കുറഞ്ഞു പോയത് കൊണ്ടാണ് തനിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളും കുറഞ്ഞു പോകുന്നത്. പലപ്പോഴും ആത്മീയ യാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങൾ എത്രമാത്രമാണ്, എങ്ങനെയാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 48 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകും. യഹോവയുടെ പ്രവൃത്തി, ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉദാസീനതയോടെ ചെയ്യുകയാണെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ്. So we find that we have to work for God with a great zeal. We should not be lazy, we should not be idle. And Paul says to the Corinthians in 1 Corinthians chapter 15 verse 10, what I am, it's by the grace of God. It's not me, but the grace in me that has enabled me to do these things, to toil for God more than anybody else. So, now the Ephesian church, which was working with great zeal and which is commended by Jesus, was doing that because of the grace and gifts they had from the Holy Spirit. Now, when Jesus says that they have lost their first love, it means that their toil had been reduced. Their works have been reduced. And how that has happened? It is definitely because the grace of God in them had reduced. That is a very important factor. When we lose our graces, when the Holy Spirit is diminishing in our lives, then our works for God also will diminish. They also will be reduced. Our love for God also runs down. So, the Ephesian church, though it had many earlier commendations from Jesus, at the moment when Jesus evaluates, is in a sad state. Jesus blames them, saying that you have lost. That's a mistake. നിനക്കൊരു കുറ്റമുണ്ട്, ഒരു കുറ്റം. ആ കുറ്റം മറ്റെല്ലാ നന്മകളെയും വിഴുങ്ങിക്കളയുന്ന കുറ്റമാണ്. അപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങളുണ്ട്, കർത്താവ് അറിയുന്നു, പ്രവർത്തികൾ അറിയുന്നു. മൂന്നാമതായിട്ട് സഹിഷ്ണുത. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ സഹിഷ്ണുത കാണിക്കുവാൻ പലപ്പോഴും അനേക സഹോദരങ്ങൾ കഴിയാറില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളൊക്കെയും നമ്മെ വല്ലാതെ ബാധിക്കുമ്പോൾ അതിനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുവാൻ പലപ്പോഴും കഴിയാറില്ല. തന്നിമിത്തം സഭകളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഈ സഹിഷ്ണുത ഇല്ലാത്ത അവസ്ഥയിൽ മറ്റുള്ളവരെ വഹിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് വലിയ ഭിന്നതകൾ സഭകളിൽ ഉടലെടുക്കുന്നത്, അനേകരെ സഭകളിൽ നിന്ന് അകറ്റിക്കളയുന്നത്. എന്നാൽ എഫേസ്യ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവരുടെ സഹിഷ്ണുത
വളരെ വലുതായിരുന്നു. അത് കർത്താവ് മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനയും ഒക്കെയും വരുമ്പോൾ സഹിഷ്ണുതയോടെ അവയെ വഹിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തികളിലും പ്രവർത്തനങ്ങളും നാം മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടേതായിട്ടുള്ള സമീപനങ്ങളും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് വേദനകൾ സൃഷ്ടിക്കുമെങ്കിലും അവയെ സഹിഷ്ണുതയോടെ വഹിക്കുന്നവനാണ് മുൻപോട്ട് പോകുമ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഞാൻ അറിയുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നേടുവാൻ മാത്രമല്ല, മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാൻ, മറ്റുള്ളവരെ ദൈവകൃപയിൽ വളർത്തുവാൻ, അവരുടെ തെറ്റുകൾ വഹിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. സഹിഷ്ണുതയില്ലാതെ വരുമ്പോഴാണ് ഭിന്നതകൾ ഉണ്ടാകുന്നത്. കാരണം മറ്റൊരുവൻ്റേതായിട്ടുള്ള തെറ്റിനെ ക്ഷമിക്കുവാൻ കഴിയാതെ അതിനെ പെരുപ്പിച്ച് അതിൻ്റെ മേൽ പല നടപടികളെടുത്തൊക്കെ വരുമ്പോഴേക്കും അത് സഹിഷ്ണുത എന്ന വലിയ മൂല്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ സഹിഷ്ണുത നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഭിന്നതകൾ ഉടലെടുക്കുന്നത്. ഭിന്നതകൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായും യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് എഫെസ്യ സഭയെക്കുറിച്ച് പറയുന്നത്, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിൻ്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നിൻ്റെ സഹിഷ്ണുതയും ഞാൻ അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ദുഷ്ടന്മാരെ നിനക്ക് വഹിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു കോംപ്രമൈസുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. സോ ജീസസ് talks about them. He appreciates that they were patient. They were able to bear the difficulties, the criticisms, the problems that arose in the church with great patience. Patience is absolutely required. You should be patient enough to accept adversities. Only then you can go forward in this path. അങ്ങനെ സഹിഷ്ണുതയോടെ മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവനാമം നമ്മളിവിടെ മഹത്വപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ദുഷ്ടന്മാരെ വഹിക്കുവാൻ കഴിയാഞ്ഞത്. ഇന്ന് അനേകർ നിലനിൽപ്പിന് വേണ്ടി ദുഷ്ടന്മാരെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടേതായിട്ടുള്ള സഭാ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടന്മാരാണ് പക്ഷേങ്കിൽ അവരെ പലപ്പോഴും വഹിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം അവരുടേതായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം, അവരുടേതായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ലഭിക്കുവാൻ തക്കവണ്ണം ഈ ദുഷ്ടതയെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ആധുനിക സഭകളിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ എഫെസ്യ സഭ അക്കാര്യത്തിൽ വളരെയധികം തീക്ഷ്ണത കാണിച്ചിരുന്ന സഭയാണ്. ദുഷ്ടന്മാരെ വഹിക്കുവാൻ കഴിയാൻ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ സഭ തയ്യാറായില്ല. മാത്രമല്ല, അപ്പോസ്തലന്മാരാണെന്ന് ഭാവിച്ചു വന്നവരെ അവർ അപ്പോസ്തലന്മാരല്ലെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം എഫെസ്യ സഭയ്ക്ക് കഴിഞ്ഞു. കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന അനേകരെ അവർ അപ്പോസ്തലന്മാരല്ലെന്ന് മനസ്സിലാക്കി അതിനെ തെളിയിച്ച് അവരെ അവരുടേതായിട്ടുള്ള കാപട്യം വിശ്വാസികളെ ബോധ്യപ്പെടുത്തി അങ്ങനെ എഫെസ്യ സഭ മഹത്തായ ഒരു മാതൃക കാണിക്കുകയാണ്. അപ്പോൾ ഈ വക അനേകമായ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം, ഒരു കുറ്റം മാത്രം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യമുണ്ടായിരുന്ന ആവേശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ആദിമ സ്നേഹത്തിൻ്റെ നഷ്ടം തെളിയിക്കുന്നത്. പഴയ ആവേശം, പഴയ പ്രവർത്തനം, പഴയ തീക്ഷ്ണത നഷ്ടപ്പെടുമ്പോഴാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടുവെന്ന് കർത്താവ് വിലയിരുത്തുന്നത്. അത് കർത്താവിനോട് മാത്രമല്ല, കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അത് മനുഷ്യരോടും സഹവിശ്വാസികളോടും സഹപ്രവർത്തകരോടുമൊക്കെയും ആ സമീപനത്തിൻ്റേതായിട്ടുള്ള പ്രതിഫലനമുണ്ടാകും. അതുകൊണ്ട് നമ്മെ തന്നെ പരിശോധിച്ച് ആദിമ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, വലിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ആദ്യ സ്നേഹത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളിലുണ്ടായിരുന്ന ആദ്യ സ്നേഹം, അതേ കർത്താവെ, വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിപ്പാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.